ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്രയും കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസികളെ, ഇന്ന് 50 നോമ്പിൻ്റെ 4ാമത്തെ ശനിയാഴ്ചയാണ്. ഇന്ന് നമുക്ക് വായിക്കുവാനും ധ്യാനിക്കുവാനുമായി ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 68-ാമത്തെ വാക്യമാണ്. ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്, നീ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് പറഞ്ഞു. ഇതിന്റെ പശ്ചാത്തലം എന്താണ്? കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ, അല്ലെങ്കിൽ 25,000-ഓളം ആളുകളെ പോഷിപ്പിച്ച ശേഷം അവരുടെ അടുക്കൽ ദൈവവചനം പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം അവൻ പറഞ്ഞു, നിങ്ങൾ കൂടി വന്നത് അപ്പം നിന്ന് തൃപ്തിയായതുകൊണ്ടാണ്, അത്ഭുതം കണ്ടുകൊണ്ടൊന്നുമല്ല. എന്നാൽ ഞാൻ നിങ്ങൾക്ക് സാക്ഷാൽ ഭക്ഷണം തരാൻ പോവുകയാണ്. അതെൻ്റെ ശരീരമാണ്, എൻ്റെ ഇറച്ചിയാണ്, എൻ്റെ ചോരയാണ് ഞാൻ കുടിക്കാൻ തരാൻ പോകുന്നത്. ഇത് നിങ്ങൾ ആഹരിച്ചില്ലെങ്കിൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല എന്ന് പറഞ്ഞു. ഇത് കഠിന വാക്കെന്ന് പറഞ്ഞ് പലരെയും പിരിഞ്ഞുപോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവസാനം 12 ശിഷ്യന്മാർ മാത്രമായി. ഈ 12 ശിഷ്യന്മാരിൽ ചിലരും എഴുന്നേൽക്കാൻ തുടങ്ങിക്കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ? പോകണമെങ്കിൽ പോകാം. അപ്പോൾ ശീമോൻ പത്രോസ് എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്ന വാചകമാണ് നമ്മൾ വായിച്ചു കേട്ടത്. കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്, നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ്. നിത്യജീവന്റെ വചനങ്ങളാണ് നീ പറഞ്ഞത്. അതായത് നിന്റെ ശരീരം ഭക്ഷിക്കുക എന്നുള്ളത് നിത്യജീവനാണ്, നിന്റെ രക്തം പാനം ചെയ്യുക എന്നുള്ളത് നിത്യജീവനാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിന് തയ്യാറാണ് എന്ന്. നീ പരിശുദ്ധനാണ്, പരിശുദ്ധമായതാണ് നിന്റെ ശരീരം, പരിശുദ്ധമായതാണ് നിന്റെ രക്തം, അതിന് ഞങ്ങൾ തയ്യാറാണെന്ന് പത്രോസ് ലീഗ ഇവിടെ ഏറ്റു പറയുകയാണ്. ശിഷ്യന്മാരെല്ലാം പത്രോസിന്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ കൂടെ നിൽക്കുകയാണ്. അതിനുശേഷമാണ് കർത്താവ് വിശുദ്ധ കുർബാനയെ സ്ഥാപിക്കുന്നത്. സിഹിയോൻ മാളിയിൽ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി കൊടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ ശരീരം. വീഞ്ഞ് വെള്ളത്തിൽ കലർത്തി വാഴ്ത്തി കൊടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ രക്തം. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് നിത്യജീവന്റെ വചനത്തിന്റെ അർത്ഥം എന്താണെന്ന്. ദൈവത്തിന്റെ പരിശുദ്ധനായവൻ അപ്പവീഞ്ഞുകളുടെ രൂപത്തിൽ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ നാം ഒന്ന് ഓർത്തിരിക്കുക, നമ്മിലേക്ക് നിത്യജീവൻ കടന്നു വരികയാണ്. കർത്താവ് നമുക്ക് അനശ്വരമായ അമരണമായ അവസ്ഥയെ നൽകുകയാണ്. ഇനി മരണമില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. ദൈവരാജ്യം പരസ്യമായി വരുന്നത് കണ്ടിട്ടല്ലാതെ ഇവിടെ നിൽക്കുന്നവൻ ചിലർ മരിക്കുകയില്ല എന്ന് കർത്താവ് പറയുന്നത് കൊണ്ടാണ്. നിത്യജീവനാണ് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ. ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും നാം അനുഭവിക്കുന്ന കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ നിത്യജീവന് കാരണമായി തീരുന്നെന്ന് ഉറച്ചു വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. അതിനോട് അടുക്കുവാൻ നമുക്ക് സാധിക്കണം. കൃപാസനത്തോട് അടുത്തു വരിക, ധൈര്യമായി അടുത്തു വരിക എന്ന് പൗലോസ് പറയുന്നത് അതുകൊണ്ടാണ്. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ വിശ്വാസത്തോടെ നമുക്ക് അനുഭവിക്കാം, നിത്യജീവൻ പ്രാപിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധൻ നീ, ദൈവമേ, നീ എന്നിലേക്ക് കടന്നു വരണമേ. കർത്താവേ, നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ച് ഈ നോമ്പിൽ പുണ്യം പ്രാപിക്കുവാൻ നീ ഞങ്ങളെ ബലപ്പെടുത്തണമേ. അങ്ങനെ ഞങ്ങൾ എന്നാളും നിൽക്കുന്നതിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ.